നമസ്കാരം. നമ്മുടെ കൂടെയുള്ളത് കൃഷ്ണ പ്രിയദർശൻ ഡോക്ടറാണ്, സംവിധായികയാണ്. ഈ ഓണത്തിന് നമുക്ക് വേണ്ടിയിട്ട് ഒരു ആലി എന്ന് പറഞ്ഞൊരു ദൃശ്യവിരുന്ന് ഒരുക്കിയിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. പറയും മാഡം, എന്താണ് പറയാനുള്ളത്? ആലി ഒരു ഓണസദ്യയാണ്. കാര്യം ഒരുപാട് വിഭവങ്ങളുള്ള ഒരു സിനിമയാണ്. കണ്ടൻറ്റ് വന്നിട്ട് സാധാരണ നമ്മൾ സിനിമ കാണുമ്പോൾ ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് ഒരു ത്രെഡിലായിരിക്കും പോകുന്നത്. പക്ഷേ ഈ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫാമിലിക്ക് ഫുൾ പോയി കാണാൻ പറ്റുന്ന സിനിമയാണ്. അതിൻ്റെ അകത്തൊരു എന്തെങ്കിലും ഒരു മോശമായ അഭിപ്രായങ്ങൾ പറയുന്ന കമൻസോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സിനിമയാണ്. പിന്നെ റൊമാൻസ്, അപ്പോൾ ജെൻസികൾക്ക് റൊമാൻറ്റിക് മൂവിയായി. പിന്നെ കുറച്ച് ഓണത്തിൻ്റെ തല്ലും ഒക്കെ ആയിട്ട് ബഹളവും ഒക്കെ ആയിട്ടുള്ള കോമഡിയും ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. കുറച്ച് ത്രില്ലിംഗ് ആണ്. കുറച്ച് സ്ഥലത്ത് മാത്രം നിങ്ങൾക്കൊന്ന് ടെൻഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വിഭവ സദ്യയാണ് ഞാൻ പറയുള്ളൂ. ഓണസദ്യയാണ്, നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിക്കണം. അങ്ങനെ ഓഗസ്റ്റ് 14 ഓണം പ്രമാണിച്ച് ഇറങ്ങുന്നവർ എല്ലാവരും ആലി സിനിമ കാണുക. ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് സിനിമ ഇറങ്ങുന്നതെന്ന് പറയുന്നത്? എന്താണ് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉള്ള സിനിമ? ഓണത്തിന് ഒരുപാട് മത്സരങ്ങളുള്ളതാണ്. വലിയ വലിയ സിനിമ, പൃഥ്വിരാജുണ്ട്, ദുൽഖറുണ്ട്, അതുപോലെ തന്നെ നീമ്പോളിയുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലേക്കാണ് വരുന്നത്. അപ്പോൾ അത്ര മാത്രം ധൈര്യത്തോടുകൂടിയാണ് നടക്കുന്നത്. അവരുടെ സിനിമ അവരെ വെച്ചോ അല്ലെ അവരെ കൂടെ നമുക്ക് സിനിമയിൽ നിൽക്കാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ എന്താ, അവരുടെ സിനിമയുടെ കൂടെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചെറിയ ആർട്ടിസ്റ്റുകളും ഉണ്ടല്ലോ, അതാണ്. പിന്നെ സ്പെഷ്യൽ എന്ന് പറയുന്നത്, നമ്മൾ അറിയപ്പെടുന്ന കുറേ ആർട്ടിസ്റ്റിൻ്റെ കൂടെ അറിയാത്തവരും കൂടെ കയറി വരണം. എങ്കിലേ അവർക്കൊരു വളരാനൊരു പ്ലാറ്റ്ഫോം വേണം. അപ്പം അമച്വർ ആർട്ടിസ്റ്റാണെന്ന് എല്ലാവരും പറയുമെങ്കിലും ഒരാൾക്കൊരു തുടക്കം വേണം അല്ലേ? ഒരു സിനിമയ്ക്ക് ഒരു തുടക്കം വേണം. അപ്പം മമ്മൂട്ടി ആയാലും മോഹൻലാലും ഒക്കെ ആയിട്ട് ഫസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് തുടക്കമാണ് എന്ന് പറയുന്ന പോലെ കുറേ ആർട്ടിസ്റ്റുകളെ ഞാൻ കൈപിടിച്ച് ഇതിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം എൻ്റെ കഥാപാത്രങ്ങൾ ഇവർ ചെയ്താൽ നന്നായിരിക്കും എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ അവരെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരിതിനകത്ത് ചെയ്യുമ്പോൾ അവർക്കും ഒരു സാധ്യത ഉണ്ടാവുകയാണ്. മലയാളം ഇൻഡസ്ട്രിയിൽ ആർട്ടിസ്റ്റുകൾ കുറയുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരും പുതുതായിട്ട് വരുമ്പോൾ അവരെ സ്വീകരിക്കാമല്ലോ. എന്തായാലും ഒരു കാലഘട്ടം വരുമ്പോൾ പല പല പുതിയ ആൾക്കാർ കയറി വരും. അപ്പോൾ അവർക്കൊക്കെ ഒരു കൈത്താകും. എന്തൊക്കെ പ്രത്യേകതകളോടെയാണ് ഈ പറയുന്ന ഓണത്തിന് വരുന്ന ആലി? എന്താണ് ആലി എന്ന് പറയുന്ന ആലിപ്പഴം കേട്ടിട്ടില്ലേ? ആലിമഴ, തമിഴിൽ ആലിമഴ എന്ന് പറയും. അപ്പം ഹെയിൽ സ്റ്റോം എന്ന് പറയുന്ന മഞ്ഞമഴ, അതെ, അതാണ് ആലി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മഴയിൽ തുടങ്ങുന്നൊരു പ്രണയം, അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സിനിമയുടെ പേര് ആലി എന്നുള്ളത്. നമ്മൾ ഒരുപാട് റൊമാൻറ്റിക് സിനിമകൾ കണ്ടിട്ടുണ്ട്. എന്തായിരിക്കും ഈ പറയുന്ന ആലിയിലുള്ള പ്രത്യേകത? ഇതിലൊരു ഡീപ്പ് റൊമാൻറ്റിക് സ്റ്റൈലാണ്. അപ്പോൾ അത് അങ്ങനെ പ്രേമിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന രീതിയല്ല നമ്മൾ സിനിമ. അതായത് അറിയാതെ കണ്ടുമുട്ടുന്നവർ തമ്മിൽ പ്രേമിച്ച് പോകുന്ന ഒരു കഥയാണ്. പിന്നെ നമ്മൾ റൊമാൻസ് കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് ലെവലുണ്ട്, ഒരു കല്യാണത്തിലേക്ക് എത്തുക എന്നുള്ള. അപ്പോൾ അതിന് വേണ്ടി അവർ കഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ വേറൊരു ത്രെഡ്. ഇതിൽ രജിത് കുമാർ സാറുണ്ട്, പിന്നെ ഒരുപാട്, പിന്നെ കൃഷ്ണപ്രസാദ് സാറ്, ലതാദാസ് ഉണ്ട്, പിന്നെ തമിഴിൽ നിന്ന് പ്രജിൻ പത്മനാഭനുണ്ട്, കൈലാഷുണ്ട്. അപ്പോൾ ഇത്രയും താരങ്ങളെ വെച്ചുകൊണ്ട് ഓണത്തിന് മുട്ടാൻ വരുന്ന എല്ലാവരെയും പ്രതീക്ഷ ഞെട്ടിക്കാൻ വരുന്ന വിഷ് ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നന്നായിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.